ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിൽ കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കാം. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, ഒരു 10 ബീൻസ്, 3 നല്ല എരിവുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഞാൻ നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് രണ്ടാം പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. കട്ടിപ്പാലല്ല, രണ്ടാം പാൽ 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഞാനിതൊരു ചെറിയ യെല്ലോയിഷ് കളറിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ കുക്കർ മൂടി വെക്കുന്നത്. അപ്പോൾ ഇതവിടെ ഏകദേശം നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലേക്കോ അല്ലെങ്കിൽ മീഡിയത്തിലേക്കോ ആക്കിയിട്ട് കുക്കറൊന്ന് അടച്ച് കൊടുക്കാം. ഞാനൊരു 4 വിസലിന് ഇത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് 4 വിസിൽ വന്നതിന് ശേഷം എന്താ ഇതേപോലെയാണ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതൊഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്, ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ഒരു ഏലയ്ക്ക, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയിട്ട് വേവിച്ചെടുത്താലും മതി. പക്ഷേ നമ്മൾ ഇതേപോലെ ലാസ്റ്റിൽ ഗരം മസാല ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടണത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റൂ ആണ്. കണ്ടോ, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൂ നല്ല കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്